السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. സഹോദരങ്ങളെ, മനുഷ്യരായ നാം ഐഹികമായി ലോകത്ത് ജീവിക്കാൻ വേണ്ടി പല വിധത്തിലും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ജീവിതമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് നിർവഹിക്കപ്പെടാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും അതിരുകൾ വിട്ടുപോവുകയാണ്. കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ സമയം കിട്ടാതെ, എല്ലാ കാര്യങ്ങളും വേഗത്തിലാവാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ നാം നിർവഹിക്കപ്പെടേണ്ട നിർബന്ധമായ പല ബാധ്യതകളും നാം നിർവഹിക്കാതെ പോവുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ നിനക്ക് നിശ്ചയിക്കപ്പെട്ട നസീബ്, വിഹിതം, അത് എന്താണ് എന്ന് ഒരിക്കലും നീ മറന്നു പോകരുത് എന്ന്. നിസ്കാരം സമയത്ത് നിർവഹിക്കാൻ കഴിയാതെ, ദിക്റുകൾ ചൊല്ലേണ്ട സമയത്ത് ചൊല്ലാൻ കഴിയാതെ, വിശ്രമം അത് ആവശ്യമായ സമയത്ത് നിർവഹിക്കാതെ, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യനോട് അള്ളാഹു പറയുന്നു, വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ നിനക്ക് നിശ്ചയിക്കപ്പെട്ട നസീബ്, വിഹിതം, അത് ഒരിക്കലും നീ മറന്നു പോകരുത്. നസീബുക മിമ്മാ തജ്മഉ ദഹ്റ കുല്ലഹു റിദാനി തുൽവാ ഫീഹി മാ വഹനൂതു. എന്താണ് നമ്മുടെ ദുനിയാവിലെ നസീബ്, വിഹിതം, നമുക്കുള്ള വിഹിതം? നസീബുക മിമ്മാ തജ്മഉ ദഹ്റ കുല്ലഹു, ജീവിതകാലം മുഴുവൻ നീ കഠിനാധ്വാനം ചെയ്ത് സംഭരിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്നും നിന്റെ വിഹിതം. റിദാനി, രണ്ട് വിരിപ്പുകളാണ്, രണ്ട് മുണ്ടുകളാണ്. തുൽവാ ഫീഹിമ, ആ രണ്ട് വിരിപ്പുകളിലാണ് അല്ലെങ്കിൽ ആ പുതപ്പുകളിലാണ് നിന്നെ ചുറ്റപ്പെടുന്നത്. വഹനൂതു, അല്പം പഞ്ഞിയുമാണ്. അപ്പോ നാം മരിച്ചു കഴിയുമ്പോ നമ്മെ പൊതിയുന്ന കഫൻ തുണിയും അല്പം പഞ്ഞിയും മാത്രമാണ് നമ്മുടെ നസീബ് എന്ന കാര്യം നീ മറന്നു പോകണ്ട എന്ന് വിശുദ്ധ ഖുർആൻ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക. പക്ഷെ എത്ര പറഞ്ഞാലും എത്ര ചിന്തിച്ചാലും നമുക്കതൊന്നും തലയിലേക്ക് വരില്ല എന്ന് മാത്രമല്ല, ഭൗതിക ലോകത്തിന്റെ നിസ്സാരമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ നിർബന്ധമായ പല സാഹചര്യങ്ങളും കടമകളും നാം മറന്നുപോവുകയും അങ്ങേ നമ്മുടെ ഈ ജീവിതം, വിലപ്പെട്ട ജീവിതം, അത് പെട്ടെന്ന് കണ്ട് അവസാനിച്ചു പോവുകയും ചെയ്യും. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നടത്തി കഴിക്കാൻ വേണ്ടി, ഈ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി പ്രധാനമായും 4 മലക്കുകളെയാണ് അല്ലാഹു തആല ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, അസ്രായീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം തുടങ്ങിയ 4 പ്രധാനപ്പെട്ട മുഖറബായ അല്ലാഹുവുമായി ഏറ്റവും അടുത്ത സാമീപ്യമുള്ള 4 മലക്കുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. ഫഅമ്മാ ജിബ്രീലു ഫസാഹിബുൽ ജുനൂദി വരീഹ്, ഭൂമി ലോകത്തുള്ള സർവ്വ പട്ടാളങ്ങളെയും, അർവാഹുകൾ, അതുപോലെ തന്നെ കാറ്റ് തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി അല്ലാഹു തആല ജിബ്രീലിനെ ഏർപ്പാടാക്കി. വഅമ്മാ മീകായിലു, അപ്പോൾ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഫസാഹിബുൽ ഖത്രി വൻ നബാത്ത്, മഴ, സസ്യലതാദികൾ, ഭൂമിയുടെ സമൃദ്ധി, അത് മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് അതിന്റെ ചുമതല അല്ലാഹു ഏൽപ്പിച്ചത്. വഅമ്മാ മലക്കുൽ മൗതി ഫഹുവ മുഅക്കലുൻ ബിഖബ്ദിൽ അൻഫുസ്, മനുഷ്യരുടെ എന്നല്ല സർവ്വ ജീവജാലങ്ങളുടെയും ആത്മാവിനെ പിടിക്കാനും വിച്ഛേദിക്കാനും വേണ്ടി നിയമിക്കപ്പെട്ട മലക്കാണ് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മലക്കുൽ മൗതി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വഅമ്മാ ഇസ്രാഫീലു ഫഹുവ യൻസിലു അലൈഹിം ബിൽ അംർ, ഇത്യാദി കാര്യങ്ങളൊക്കെ വളരെ കൃത്യനിർവഹണത്തോടു കൂടി ഭൂമിയിൽ നിർവഹിക്കപ്പെടാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ചെയ്യുന്നത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അപ്പൊ സാധാരണയായി നമ്മൾ പറയപ്പെടാറുണ്ട് മലക്കുൽ മൗത്ത്,
മലക്കുൽ മൗത്ത് എന്നാൽ മഹാനായ ഇസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് സഹായിയായിക്കൊണ്ട് കോടാനുകോടി മലക്കുകളെയും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിന്റെ തഫ്സീറിൽ മലായികത്തുൻ മഅ മലക്കിൽ മൗത്ത്, ഈ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ലോകത്തെ നിയന്ത്രിക്കുന്നവർ മലക്കുൽ മൗത്തിനോടുകൂടി നിയമിക്കപ്പെട്ട മലക്കുകളാണ് എന്നൊരു വ്യാഖ്യാനം കാണാൻ കഴിയും. യഹ്ളുറൂനൽ മൗത ഇൻദ ഖബ്ളി അർവാഹിഹിം ഫമിൻഹും മൻ യഅറുജു ബിർറൂഹ് വമിൻഹും മൻ യുഅമ്മിനു അല ദുആ വമിൻഹും മൻ യസ്തഗ്ഫിറു ലിൽ മയ്യിത്തി ഹത്താ യുസല്ല അലൈഹി. മലക്കുൽ മൗത്തിനോടൊപ്പം ഹാജരാകുന്ന മലക്കുകൾ അവർ മരിച്ച ആളുടെ അർവാഹ് കൊണ്ട് മേലോട്ട് ഉയർന്നു പോകുന്നവരുമുണ്ട്. അവർക്ക് മയ്യിത്തിന് വേണ്ടി അവിടെ ദുആ ചെയ്യപ്പെടുമ്പോൾ കൂട്ടത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ആമീൻ പറയുന്നവരുമുണ്ട്. വമിൻഹും മൻ യസ്തഗ്ഫിറു ലിൽ മയ്യിത്തി, ചില ആളുകൾ ചില മലക്കുകൾ മയ്യിത്തിന് വേണ്ടി പൊറുക്കൽ തേടുന്നവരുമുണ്ട്. അങ്ങനെ ആ മയ്യിത്തിനെ കഫൻ ചെയ്ത് മയ്യിത്ത് കൊണ്ടുപോകാൻ വേണ്ടിയുടെ ആളുകളൊക്കെ അങ്ങനെ കൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു വിഭാഗം മലക്കുകൾ വന്നുകൊണ്ട് അല്പം മണ്ണ് വാരി ആ മനുഷ്യരുടെ കൂട്ടത്തിലേക്ക് എറിയും എന്നാണ് ഹദീസിൽ വന്നത്. അങ്ങനെ ആ മണ്ണിന്റെ സ്പർശം ആരിലെങ്കിലും എത്തിയോ അവരൊക്കെ 1, 2, 3 ദിവസങ്ങൾക്കുള്ളിൽ ഈ മനുഷ്യനെപ്പറ്റി, മരിച്ചുപോയ മനുഷ്യനെപ്പറ്റി മറക്കുമെന്നാണ്. ഇൻസാൻ എന്നാൽ തന്നെ മറക്കുന്നവൻ എന്നാണല്ലോ അർത്ഥം. നിസിയാൻ, മറവി എന്ന പദത്തിൽ നിന്നാണ് ഇൻസാൻ എന്ന പദം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ പ്രകൃതി തന്നെ മറക്കുക എന്നതാണ്. എത്ര വലിയ ഇഷ്ടപ്പെട്ട ആളാണെങ്കിലും അത് ഉമ്മയോ വാപ്പയോ മകനോ ഭാര്യയോ ആരോ ആവട്ടെ, അവരില്ലാതെ എങ്ങനെ നാം ജീവിക്കുമെന്ന് നമ്മൾ സങ്കോചപ്പെടുമ്പോൾ, അത്രയും വേർപാടിന്റെ വിരഹം അനുഭവപ്പെടുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പതിയെ ആ ആള് നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരാളെ പോലെയാകുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിപ്പോകും. അങ്ങനെ നമ്മൾ മറക്കുകയാണ്. അതിന്റെ പ്രേരണയാകുന്നത് ആ മലക്കുകളുടെ ആ എറിച്ചിലാണ്, ആ മലക്കുകളുടെ ആ സാഹചര്യമാണ്. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ നമ്മൾ അവിടെ കൂടിയ ആളുകളൊക്കെ 2, 3, 4 ദിവസം കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് പതിയെ മറക്കുകയും അത്തരം ഒരാൾ നമ്മുടെ ആ കൂട്ടത്തിൽ ജീവിച്ചിരുന്നോ എന്ന് പോലും തോന്നാത്ത വിധത്തിലേക്ക് സാഹചര്യങ്ങൾ മാറി വരികയും ചെയ്യും. അങ്ങനെ ആ മരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ കൂടിയ ആളുകളൊക്കെ വിലപിക്കുക. ഓരോരോ ആളുകളും വിലപിക്കുമ്പോൾ ആ വിലപിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും ഈ മരണപ്പെട്ടു പോകുന്ന ആളെക്കുറിച്ചല്ല, അയാൾ മുഖേന അവർക്ക് ലഭ്യമാകുന്ന നേട്ടങ്ങൾ ഇല്ലാതെയാകുന്നതിനെ കുറിച്ചാണ് ഭയപ്പെടുന്നത്, അവർ തേങ്ങുന്നത്, അവർക്കറിയുന്നത്. എന്റെ ഉപ്പ മരിക്കുന്നു, എനിക്ക് എന്നെ സഹായിക്കാൻ ആര്? എന്റെ ഭർത്താവ് മരിക്കുന്നു, എനിക്ക് തുണയായിട്ടുള്ളത് ഇനി ആര്? എന്റെ സന്താനങ്ങൾ മരിക്കുന്നു, എന്നെ സംരക്ഷിക്കുന്നവൻ ആര്? തുടങ്ങിയ സ്വാർത്ഥമായ താല്പര്യങ്ങളാണ് എല്ലാവരുടെയും വിലാപം. അതേസമയത്ത് ഈ മരിച്ച് ഖബറിലേക്ക് പോകുന്ന ഈ മനുഷ്യന്റെ പരലോക ജീവിതത്തെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നവർ വളരെ കുറച്ചു മാത്രമാണ്. അതുകൊണ്ടാണ് മലക്കുകൾ അവിടെ ഹാജരാവുകയും ആ മരിച്ചുപോയ മനുഷ്യന്റെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സഹതപിക്കുകയും വിലപിക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിൽ നിനക്ക് നൽകപ്പെട്ട വിഹിതത്തെക്കുറിച്ച് ഒരിക്കലും നീ മറന്നു പോകാൻ പാടില്ല. എത്ര കഠിനാധ്വാനം ചെയ്ത് എന്തൊക്കെ നീ സംഭരിച്ചാലും അവസാനമായി നിനക്ക് ലഭിക്കാൻ പോകുന്നത് 2 രിദാകളും അതോടൊപ്പം കുറച്ച് പഞ്ഞിക്കൂട്ടങ്ങളും മാത്രമാണ് എന്ന ഓർമ്മ നമ്മെ എല്ലാവരെയും നമ്മുടെ അധ്വാനത്തിനടക്കം നമ്മെ ഓർമ്മപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിനു വേണ്ടി സമ്പാദിക്കാനും നമ്മുടെ നിശ്ചയിക്കപ്പെട്ട വിഹിതത്തെക്കുറിച്ച് ബോധവാന്മാരാകാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും